AD 1670 നിർമ്മിച്ചതാണ് ഈ ജബ്രീൻ കാസ്റ്റിൽ എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബഹലിയിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് ഉള്ളിലോട്ടായിട്ടുള്ള പ്രദേശത്താണ് ഈ ജബ്രീൻ കാസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ചുറ്റും ഈന്തപ്പനകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഈ ജബ്രീൻ കാസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത്. മൂന്ന് നിലകളിലായിട്ട് ഏകദേശം 55 റൂമുകളും ഈ ജബ്രീൻ കാസ്റ്റിൽ എന്ന് പറയുന്ന കൊട്ടാരത്തിലുണ്ട്. ഇത് നിർമ്മിച്ചത് മൂന്നാമത്തെ യറൂബി ഇമാമായ ഇമാം ബലറാം ബിൻ സുൽത്താൻ ബിൻ സൈഫ് അൽ യാറൂബിയാണ് ഇത് നിർമ്മിച്ചത്. പ്രശസ്തമായ ഒരു കോട്ടയാണ് നിസ്വയിലെ കോട്ട. അത് ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് അത് നിർമ്മിച്ചത്. അദ്ദേഹമാണ് ഈ കൊട്ടാരം നിർമ്മിക്കാനുള്ള ധനസഹായവും കാര്യങ്ങളെല്ലാം നൽകിയത്. നിസ്സ കോട്ട നിർമ്മിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഈ കോട്ടകളെല്ലാം നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം എല്ലാം നൽകിയിരിക്കുന്നത്. ഇത് പലതവണയായിട്ടാണ് ഈ കൊട്ടാരം അല്ലെങ്കിൽ ഈ കോട്ട പണി കഴിപ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് വലിയ കല്ലുകൾ, പിന്നെ ചാരനിറത്തിലുള്ള മണൽക്കല്ലുകൾ, അതുകൂടാതെ മണലിൻ്റെയും ജിപ്സത്തിൻ്റെയും കട്ടിയുള്ള പാളികളെല്ലാം കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. മേൽക്കൂരകളിൽ, അതായത് റൂഫെല്ലാം മരങ്ങൾ വെച്ച് നല്ല മനോഹരമായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കൊട്ടാരത്തിനകത്ത് തന്നെ 2 മുറ്റങ്ങളായിട്ടുണ്ട്. അതിന് തന്നെ 2 മുറ്റങ്ങളിലും ഓരോ കിണറുകളും ഉണ്ട് കേട്ടോ. ഇത് ഡിഫൻസ് സിസ്റ്റം ഇവിടെ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ശത്രുക്കളെ നേരിട്ടതെന്നുള്ളതൊക്കെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്. ഇത് പഴയ കാലങ്ങളിലുള്ള പെയിൻറ്റിംഗ് ആണ്. അന്നത്തെ കാലത്തെ ജീവിത രീതികളെല്ലാം ഈ കോട്ടയിൽ നമുക്ക് സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. ഇത് ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാളുകളാണ്. യുദ്ധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാളുകളും തോക്കുകളൊക്കെയാണ്. തോക്കുകൾ വിവിധ തരത്തിലുള്ള തോക്കുകളുണ്ട് കേട്ടോ. അതൊക്കെ ഒരു കുഴലുള്ള തോക്കുകളാണ്, വിവിധ തരത്തിലുള്ള തോക്കുകളാണ്. ഇത് കഞ്ചാർ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട്. അത് ഇന്നത്തെ തലമുറയും അത് കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് അന്നത്തെ രാജാവ് ഉപയോഗിച്ചിരുന്ന കട്ടിൽ, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം, സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു ബോക്സ് എല്ലാം അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ആ ബെഡ്റൂമിനുള്ളിൽ തന്നെ മറ്റൊരു റൂമാണ്. ഇത് അന്നത്തെ കാലത്ത് കുറ്റവാളികളെയെല്ലാം ജയിലിനകത്ത് കിടന്ന ചെറിയൊരു ജയിലാണ്. അതായത് നിവർന്നു നിൽക്കാൻ പറ്റില്ല, ജയിലിനകത്ത് ഇരിക്കുക തന്നെ വേണം. ഏകദേശം 55 റൂമുകളോളം ഈ കൊട്ടാരത്തിലുണ്ട്. 2 നിലകളിലായിട്ട് 55 റൂമുകളോളം ഈ കൊട്ടാരത്തിലുണ്ട്. ഈ കൊട്ടാരത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, ഏത് റൂമുകളിൽ നിന്ന് നോക്കുകയാണെങ്കിലും പുറമെ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇതൊരു ഗസ്റ്റ് റൂം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു റൂമാണ് കേട്ടോ. അതായത് ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കെല്ലാം അന്നത്തെ കാലത്തെ ഇമാമ് പ്രധാനപ്പെട്ട സന്ദർശകരെ എല്ലാം കണ്ടുമുട്ടിയിരുന്നത് ഈ മുറിയിലാണ്. ഈ കൊട്ടാരത്തിൽ ഒന്നിലധികം ഇങ്ങനെയുള്ള പഠനമുറികളുണ്ട് കേട്ടോ. ഇതൊരു പഠനമുറിയാണ്, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയാണ്. അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, രാജാവ് കൂടുതലും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തിരിക്കുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെയുള്ള ഈ പഠനമുറികൾ അല്ലെങ്കിൽ ലൈബ്രറി ഈ കൊട്ടാരത്തിൽ 3-4 ഉണ്ട്. ഇത് ഏറ്റവും റൂഫിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അതായത് ശത്രുക്കളെ നമ്മൾ നിരീക്ഷിക്കാനും അങ്ങനെയുള്ളതെല്ലാം വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു റൂഫിൽ നിന്നുള്ള കാഴ്ചയാണ്, ടവർ എന്നാണ്. ഇത് ആയുധങ്ങളും മറ്റും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയൊരു ലോക്കർ പോലത്തെ റൂമാണ് കേട്ടോ. ശത്രുക്കൾ വരുവാണെങ്കിൽ ഏത് ഭാഗത്തു നിന്നും ആക്രമിക്കാനുള്ള
രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഈ കോട്ടയിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും. ഇതുവഴിയാണ് ഇവർ ശത്രുക്കളെ സുരക്ഷിതമായി ഇരുന്ന് ഒളിഞ്ഞ് വകവരുത്തുന്നത്. ഇതുപോലുള്ള നിരവധി ഹോളുകൾ ഈ കൊട്ടാരത്തിലെ മതിൽക്കെട്ടുകളിലും മുകളിലെ റൂഫുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതിന് ആകെയുള്ള ഉയരം എന്ന് പറയുന്നത് 22 മീറ്ററാണ്. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 22 മീറ്ററാണ് ഇതിന് മൊത്തം ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ കൊട്ടാരത്തിൽ 2 മുറ്റങ്ങളുണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന കപ്പിയാണ്. കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കപ്പിയാണ്. ഇത് വെള്ളം സ്റ്റോർ ചെയ്താനുള്ള ഒരു പാത്രമാണ്. കിച്ചൺ, സ്റ്റോർ റൂം, അങ്ങനെയുള്ള നിരവധി ഇവിടെ റൂമുകളും അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങൾ ഏകദേശം 1670 പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ പാത്രങ്ങൾക്കും എല്ലാം ഉണ്ട് കേട്ടോ. മറ്റുള്ള കൊട്ടാരങ്ങളിലെ പോലെ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് റൂഫെല്ലാം മരങ്ങൾ വെച്ച് വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അത് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോർ റൂമാണ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോർ റൂമാണ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങൾ എല്ലാമാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ചെമ്പും ഓട്ടുപാത്രങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതലും ഇവിടെയുള്ളത് കേട്ടോ. ഇത് ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണെന്ന് തോന്നുന്നു. ഇത് ഈന്തപ്പഴം സ്റ്റോർ ചെയ്യുന്ന ഒരു റൂമാണ് കേട്ടോ. ഏകദേശം വലിയൊരു റൂമാണ് ഇതിനകത്ത്. പക്ഷെ നിരവധി വവ്വാലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബാഡ് സ്മെല്ലും ഇതിനകത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പാത്രങ്ങളാണ് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് താഴെ ഒരു പൈപ്പും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ചെയ്തിരിക്കുന്നതാണ് പൈപ്പെല്ലാം. പാത്രം മാത്രമാണ് പഴയത്. ഇതൊരു ബാത്റൂമാണ്. പട്ടാളക്കാർക്ക് വേണ്ടി മാത്രം കുളിക്കാനുള്ള ഒരു ബാത്റൂമാണ്. ഓപ്പൺ ബാത്റൂമാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു റൂമാണ്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പില്ലുകൾ, മാറ്റുകൾ, ബോക്സുകൾ അതെല്ലാം അതേപോലെ തന്നെ അവർ സംരക്ഷിച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കയറാൻ വേണ്ടി ഫീസ് വരുന്നത് 2 റിയാലാണ് കേട്ടോ. എവിടെ നിന്ന് എല്ലാ റൂമുകളും ഏത് റൂമുകളിലും നമ്മൾ നോക്കുകയാണെങ്കിലും പുറം ലോകമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലാണ് ഈ ഇവിടുത്തെ ജനാലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ കാലം ഉപയോഗിച്ചിരിക്കുന്ന വിളക്കുകൾ കുറേ എല്ലാം ഡാമേജ് പറ്റിയിട്ടുണ്ട്. എങ്കിലും അവരതിനെ മനോഹരമായിട്ട് തന്നെ സംരക്ഷിച്ച് വരുന്നുണ്ട് കേട്ടോ. റൂമുകൾക്കെല്ലാം നല്ല വലിപ്പമുണ്ട്. എല്ലാ റൂമുകൾക്കും വളരെയധികം വലിപ്പമുള്ള റൂമുകളാണ് ഉള്ളത്. അതുപോലെ അതിനോട് ചേർന്ന് തന്നെ അലമാറ പോലെ ചുമരുകളിൽ നമുക്ക് കാണാൻ കഴിയും. ബഹലയിൽ നിന്നും ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉൾപ്രദേശത്തോട്ടാണ്, അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ബോക്സാണ്. മെറ്റലിൻ്റെ ബോക്സാണ്. റൂഫിൽ നമുക്ക് മെയിനായിട്ട് കാണുന്നത് എല്ലാ ഭാഗങ്ങളും, ഏത് ഭാഗങ്ങളും നോക്കുകയാണെങ്കിലും ശത്രുക്കളെ സുരക്ഷിതമായി നിരീക്ഷിക്കാനുള്ള പല ഭാഗങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ഈ കോട്ട അധികം നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല.
പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശത്രുക്കൾ വരുന്നത് ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ചുറ്റും ഈന്തപ്പനങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ബഹലയുടെ കാണുന്ന ടൗൺ ബഹലയുടെ ഒരു ഭാഗമാണ്. സീസൺ ടൈം ആണെങ്കിൽ നിരവധി ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജബ്രീൻ ക്വസ്റ്റ്. ഇത് പട്ടാളക്കാരുടെ റൂമാണ്. ഇത് അവിടെ അവരുടെ ആയുധങ്ങളും മറ്റും ശേഖരിച്ച് വയ്ക്കാനുള്ള റൂമാണിത്. പിന്നെ തൊട്ടടുത്ത് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ബാത്റൂം, ഇത് അന്നത്തെ ബാത്റൂമാണ്, ആ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂമാണ്. ഇത് പട്ടാളക്കാരുടെ മാത്രമായിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് വാട്ടർ, വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.